അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വജുനൂദിഹി വസാദാത്തിനൽ ബദ്രിയ്യീൻ വസായിരി സ്വഹാബ വസാദാത്തിനൽ ഹസനിയ്യ വൽ ഹുസൈനിയ്യ വജമീ മശായിഖിൽ അസ്ഹരിയ്യത്തി ശാലിയാത്തിയ്യ വൽ ഇമാദിയ്യ വജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമദാൻ ഷരീഫിൻ്റെ അവസാന സമയം വളരെ കൂടുതൽ ഇബാദത്ത് കൊണ്ട് സജീവമാക്കേണ്ട പുണ്യമുള്ള സമയങ്ങൾ. പരിശുദ്ധ റമദാൻ ഷരീഫിൻ്റെ അവസാനത്തെ 10 വളരെ കൂടുതൽ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കേണ്ട പുണ്യ സമയങ്ങളാണ്. ബഹുമാനപ്പെട്ട ജമാലുദ്ദീനുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അന്നൂറു ഫി ഫളായിലിൽ അയ്യാമി വശുഹൂർ 4ാമത്തെ മജ്ലിസിൽ പദ്യം കൊണ്ടും ഗദ്യം കൊണ്ടും മഹാനവരുകൾ ഒരുപാട് മഹത്വങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അവസാനത്തെ 10ന്റെ മഹത്വങ്ങൾ മാത്രമല്ല, മഹാനവരുകൾ അതിൻ്റെ 61ാമത്തെ പേജ് മുതൽ 66ാമത്തെ പേജ് വരെ ലൈലത്തുൽ ഖദറിൻ്റെ പോരിശകൾ ധാരാളം പറഞ്ഞത് കാണാം. മഹാനവറുകൾ പറയുന്നു, ഫീ ലൈലത്തുൽ ഖദ്രി അല്ലത്തി ഹിയ ഖൈറും മിൻ അൽഫി ഷഹറിൻ തനസ്സലുൽ മലായികത്തു ഫീഹാ ബിർറഹ്മതി വർ-റിദ്വാൻ വൽ അൻവാർ ഫയുസല്ലിമൂന അലൽ ഖായിമീൻ എന്ന് പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തുകയാണ്. പരിശുദ്ധ ലൈലത്തുൽ ഖദറിൽ 1000 മാസത്തേക്കാൾ മഹത്വമുള്ള മലക്കുകൾ അലൈഹിമുസ്സലാം ഇറങ്ങി വരും. റഹ്മത്ത് കൊണ്ടും റിദ്വാന് കൊണ്ടും അൻവാറ് കൊണ്ടും അവർ ഇറങ്ങുന്നു. എന്നിട്ട് ഇബാദത്ത് എടുക്കുന്ന ആളുകൾക്ക് സലാം പറയുന്നു. ദുആ ഇസ്തിഗ്ഫാറൊക്കെ അധികരിപ്പിക്കാൻ അവർ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് ബഹുമാനപ്പെട്ട ജമാലുദ്ദീൻ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അന്നൂറു ഫി ഫളായിൽ അയ്യാമി വശുഹൂർ 61 മുതൽ 66 വരെ പേജുകളിൽ പറയുകയാണ്. മാത്രമല്ല, അവസാനത്തെ 10 അതുപോലെ നടുവിലെ 15 ദിവസങ്ങൾ, 2ാമത്തെ പകുതിയുടെ മഹത്വങ്ങൾ ധാരാളം. ലതായിഫുൽ മആരിഫ് ഫി മാലി വമാസിമിൽ ആമി മിനൽ വളായിഫ് 3ാമത്തെ മജ്ലിസിൽ 324ാമത്തെ പേജ് മുതൽ 338 വരെ ധാരാളം മഹത്വങ്ങൾ പറയുകയാണ്. അതുപോലെ അതിൻ്റെ 4ാമത്തെ മജ്ലിസിൽ അവസാനത്തെ 10ന്റെ മഹത്വങ്ങൾ 339 മുതൽ 352 വരെ. അതേപോലെ അവസാനത്തെ 7 ദിനങ്ങളുടെ മഹത്വങ്ങൾ അവിടുത്തെ 5ാമത്തെ മജ്ലിസിൽ ത്വായിഫുൽ മആരിഫ് 352 മുതൽ 367 വരെ, അങ്ങനെ ധാരാളം പറഞ്ഞത് കാണാം. ഏതായാലും പരിശുദ്ധമായിരിക്കുന്ന ലൈലത്തുൽ ഖദ്ർ അവസാനത്തെ 10, അവസാനത്തെ 7, 2ാമത്തെ 15 ദിനങ്ങൾ വലിയ വലിയ മഹത്വമേറിയ ഒരുപാട് മഹത്വങ്ങളെ കൊണ്ട് മഹത്തുക്കളൊക്കെ വിശദമായി പറയുകയാണ്. ഏതായാലും പരിശുദ്ധമായിരിക്കുന്ന റമദാൻ ഷരീഫ് ഒരുപാട് മഹത്വങ്ങളുള്ളത്. അവസാനത്തെ 10 പ്രത്യേകിച്ചും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ധാരാളം സൽക്കർമ്മങ്ങളെ കൊണ്ട് അനുഗ്രഹീതരാകേണ്ടതുണ്ട്. ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന മഹത്വം 1000 മാസത്തേക്കാളും കൂടുതൽ മഹത്വമുള്ള ഒരു പുണ്യകർമ്മമാണല്ലോ ലൈലത്തുൽ ഖദറിൽ അമൽ ചെയ്യുക എന്ന് പറയുന്നത്. കാരണം 83 വർഷവും 4 മാസമാണ് 1000 മാസം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും മഹത്വമേറിയതാണ്. അതിനേക്കാളും കൂടുതൽ എത്രയാണ് അത് അള്ളാഹുവിനിക്ക് മാത്രമേ അറിയുള്ളൂ. അള്ളാഹു അറിയിക്കൽ കൊണ്ട് അവൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അറിയാം. ഏതായാലും ഈ പുണ്യരാവ് ജിബ്രീൽ ഇസ്ലാമും മലക്കുകളൊക്കെ ഇറങ്ങിയിട്ട് ഇബാദത്ത് എടുക്കുന്ന ആളുകൾക്ക് മുസാഫഹ ചെയ്യുമെന്നും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് ധാരാളം പറഞ്ഞത് കാണാം. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു തആല ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് ഒരു സൂറത്ത് തന്നെ ഇറക്കുകയാണ്, സൂറത്തുൽ ഖദർ. അത് തന്നെ മതി ലൈലത്തുൽ ഖദറിന്റെ മഹത്വം മനസ്സിലാക്കാൻ. മുഫസ്സിരീങ്ങളായ മഹത്തുക്കൾ പറയുന്നു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ ഷരീഫ് ലൗഹൽ മഹ്ഫൂദിൽ നിന്ന് 1ാമത്തെ ആകാശം ബൈത്തുൽ ഇസ്സ അതുവരെ അല്ലാഹു സുബ്ഹാനഹു തആല ഇറക്കിയത് ഒന്നായിട്ടാണ്, ദഫ്അത്തനായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇറക്കിയിട്ടുള്ളത്. എന്നിട്ട് അവിടുന്ന് 23 വർഷം കൊണ്ട്
അല്പാൽപമായി അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആൻ ഇറക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ നാം പ്രത്യേകിച്ചും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഒരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, മറ്റൊരായത്തിൽ അല്ലാഹു തആല പറഞ്ഞു ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ആ രണ്ട് ആയത്തും ഒരുമിച്ച് കൂട്ടിയാൽ നമുക്ക് മനസ്സിലാകും ലൈലത്തുൽ ഖദ്ർ പരിശുദ്ധ റമദാൻ മാസത്തിലാണ് അല്ലാഹു തആല ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. എന്നാൽ സൂറത്തുൽ ദുഖാൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ബറാഅത്ത് രാവിലാണ് എന്നാണല്ലോ ഇക്രിമ റളിയല്ലാഹു അൻഹു പോലത്തെ ഒരുപാട് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയത്. അപ്പൊ ഷഅബാൻ പകുതിയുടെ രാത്രിയിലാണ് പരിശുദ്ധ ഖുർആൻ ഇറക്കിയത് എന്ന് കാണുമ്പോൾ, അതുമല്ല ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം, ബറാഅത്ത് രാവിലും ലൈലത്തുൽ ഖദ്ർ രണ്ടും പറയുമ്പോൾ ഇത് രണ്ടും യോജിപ്പിച്ചുകൊണ്ട് മഹത്തുക്കൾ പറഞ്ഞത് കാണാം. അൽ ബഹറുൽ മദീദ് 3-ാം വാല്യം 35-ാമത്തെ പേജിലും, അതുപോലെ തഫ്സീർ മഫാത്തിഹുൽ ഗൈബ് തഫ്സീർ റാസി 32-ാം വാല്യം 235, അതുപോലെ ഒരുപാട് തുടക്കം കുറിക്കുന്നത് ലൗഹുൽ മഹ്ഫൂദ് ബറാത്തിന്റെ അന്ന്, അത് അവസാനിക്കുന്നത് ലൈലത്തുൽ ഖദ്റിലാണെന്ന് വിശദീകരണം ഖുർത്തുബിയിലും തഫ്സീർ റൂഹുൽ ബയാനിലൊക്കെ വിശദമായി മഹാന്മാരൊക്കെ പറഞ്ഞത് കാണാം. ഏതായാലും ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇന്നല്ലാഹ യുഖദ്ദിറുൽ മഖാദീറ ഫീ ലൈലത്തിൽ ബറാഅത്തി ഫഇദാ കാന ലൈലത്തുൽ ഖദ്രി യുസല്ലിമുഹാ ഇലാ അർബാബിഹാ. അതായത് ബറാഅത്തിന്റെ രാവിൽ അല്ലാഹു സുബ്ഹാനഹു തആല വിധികൾ വിധിക്കുകയും ലൈലത്തുൽ ഖദ്ർ ആയാൽ അതിന്റെ ചുമതലക്കാർക്ക് അതിനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് ഇമാം റാസി റഹ്മത്തുള്ളാഹി തഫ്സീറുൽ കബീർ 32-ാം വാല്യം 235-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. അതുപോലെ തഫ്സീർ റൂഹുൽ ബയാൻ 8-ാം വാല്യം 404-ലും ഇമാം ഖുർത്തുബി തങ്ങളുടെ 16 അൽ ജാമിഉ അഹ്കാമിൽ ഖുർആൻ തഫ്സീർ ഖുർത്തുബി 16-ാം വാല്യം 128-ാമത്തെ പേജിലും അതിലൊക്കെ പറഞ്ഞത് കാണാം. യുബ്ദഉ ഫിസ്തിൻസാഖി ദാലിക മിനൽ ലൗഹി ഫീ ലൈലത്തിൽ ബറാഅത്തി വയഖഉൽ ഫറാഖു ഫീ ലൈലത്തിൽ ഖദ്രി. തുടക്കം കുറിക്കുന്നത് ബറാഅത്ത് രാവിലും അത് അവസാനിക്കുന്നത് ലൈലത്തുൽ ഖദ്റിലാണ് എന്നൊക്കെ യോജിപ്പിച്ചുകൊണ്ട് മഹത്തുക്കളൊക്കെ പറഞ്ഞത് കാണാം. ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് സൂറത്തുൽ ഖദ്ർ അല്ലാഹു സുബ്ഹാനഹു തആല ഇറക്കി. ഈ സൂറത്തുൽ ഖദ്റിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് തനസ്സലുൽ മലായികത്തു വറൂഹ്, തനസ്സലുൽ മലായികത്തു വറൂഹ്, മലക്കുകൾ ഇറങ്ങും എന്ന് പറയുമ്പോൾ റൂഹ് എന്നതുകൊണ്ട് ഉദ്ദേശം എന്താണ്? അതിൽ ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു സൈനുദ്ദീൻ ജൂബാനി റഹ്മത്തുള്ളാഹി അലൈഹി ദഖായിറുൽ ഇഖ്വാനിലും അതുപോലെ തബ്ശീറുൽ വാഇദ് പോലത്തെ ഗ്രന്ഥങ്ങളിലും എല്ലാം പറഞ്ഞത് കാണാം. റൂഹ് എന്ന് പറഞ്ഞാൽ 14 തഫ്സീറുകൾ മഹത്തുക്കൾ രേഖപ്പെടുത്തിയതായി കാണാം. അൽ ഖുർആനു ദു ഉജൂഹി എന്നാണല്ലോ. അപ്പൊ റൂഹ് എന്നതിനിക്ക് 14 തഫ്സീറുകൾ മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ ജൂബാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ദഖായിറുൽ ഇഖ്വാൻ ഫി മവാഇദ് ഷഹ്ർ റമദാൻ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ മഹാനവറുകൾ പറയുന്നുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കിയ ലൈലത്തുൽ ഖദ്ർ ഏത് രാത്രിയിലാണ് 40-ലേറെ തഫ്സീറുകൾ മഹത്തുക്കൾ പറഞ്ഞത് കാണാം. അതിന്റെ കൂടെ ആ ആയത്തിൽ പറഞ്ഞ റൂഹ് കൊണ്ട് ഉദ്ദേശം ആരാണ്? 14-ലേറെ തഫ്സീറുകൾ മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തതായി കാണാം. അതാണ് ഹദീസിൽ കാണുന്നു മൻകാന മിൻകും മുൽതമിസൻ ലൈലത്തുൽ ഖദ്രി ഫൽയൽതമിസ്ഹാ ഫിൽ അശ്റിൽ അവാഖിരി വിത്ര. മുസ്നദിൽ കാണാം, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ലൈലത്തുൽ ഖദ്ർ തേടുകയാണെങ്കിൽ അവസാനത്തെ 10 ഒറ്റ രാത്രികൾ തേടണം. മാത്രമല്ല ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഒരുപാട് അഖ്വാലും വാറക്ക അവിടുത്തെ തഫ്സീർ റാസി 32 വാല്യം 230-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. ഏതായാലും ഒരുപാട് തഫ്സീറുകൾ റൂഹ് കൊണ്ട് ഉദ്ദേശം എന്ത്? അന്നഹു റൂഹുൽ അഖ്രിബ മിനൽ അംവാത്ത് എന്നും അങ്ങനെ ഒരുപാട് തഫ്സീറുകൾ മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട റൂഹാണ് എന്നും അങ്ങനെയുള്ള ഒരുപാട് തഫ്സീറുകൾ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലും അതുപോലെ അഹ്മദ് ഇബ്നു സൈനുദ്ദീൻ ജൂമാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ദഖായിറുൽ ഇഖ്വാൻ ഫി മവാഇദ് ഷഹ്ർ റമദാൻ അതുപോലെ തബ്ശീറുൽ വാഇദ് എന്ന് പറഞ്ഞ ഗ്രന്ഥങ്ങളിലൊക്കെ വിശദമായി പറഞ്ഞത് കാണാം. ഈ ലൈലത്തുൽ ഖദ്ർ അല്ലാഹു നൽകാൻ കാരണം ശംഊനുൽ ഗാസി റളിയല്ലാഹുവിന്റെ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു. ശംഊനുൽ ഗാസി റളിയല്ലാഹു അൻഹു 1000 മാസം അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത, രാത്രി മുഴുവനും ഇബാദത്ത് പകല് മുഴുവനും നോമ്പനുഷ്ഠിച്ചിരുന്ന
വലിയ ഒരു വലിയനെ സംബന്ധിച്ച് ശംഊനുൽ ഖാസി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനബികളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചരിത്രം പറഞ്ഞു. ആ ചരിത്രം വിശദമായി ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി മുകാശഫത്തുൽ ഖുലൂബ് രേഖപ്പെടുത്തതായി കാണാം. അതുപോലെ ഒരുപാട് മഹാന്മാര് ആ ചരിത്രം രേഖപ്പെടുത്തതായി കാണാം. തഫ്സീറുൽ വാഇലിലും കാണാം, ദുർറത്തുൻ നാസിഹിൻ, അതുപോലെ ദഖായിറുൽ ഇഖ്വാൻ 52-ാമത്തെ പേജിലും അത് പറഞ്ഞത് കാണാം. ആ ശംഊനുൽ ഖാസി റളിയല്ലാഹു അൻഹു ചരിത്രം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിനേക്ക് വല്ലാത്ത ബേജാറ്. നമുക്ക് ആയുസ് കുറവാണ്, അവർക്ക് അത്ര ആയുസ് കൂടുതലും, അതോടുകൂടെ ധാരാളം സൽക്കർമ്മങ്ങൾ അവർ ചെയ്തിട്ടുണ്ടല്ലോ, നമുക്ക് ധാരാളം ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന ദുഃഖം സ്വഹാബത്തിനേക്ക് ഉണ്ടായപ്പോൾ ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖദ്ർ ഇറക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തിനിക്ക് അല്ലാഹു തആല ലൈലത്തുൽ ഖദ്ർ നൽകിയിട്ടുണ്ട്. മുൻ സമുദായത്തിന് ആർക്കും അല്ലാഹു തആല ഈ ലൈലത്തുൽ ഖദ്ർ എന്ന മഹത്വം നൽകിയിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൽ ഫിർദൗസു ബിമഅ്സൂറിൽ ഖിതാബ് 173-ാമത്തെ പേജിൽ 647-ാമത്തെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും നമുക്ക് ആയുസ് കുറവാണല്ലോ, ശംഊനുൽ ഖാസി റളിയല്ലാഹു അൻഹു ആ ചരിത്രം കേട്ടപ്പോൾ വല്ലാതെ ദുഃഖിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ് എന്ന് ഇമാം ഷാ അബ്ദുൽ അസീസ് ദഹ്ലബി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറുൽ അസീസി 3-ാം വാല്യം 257-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. മാത്രമല്ല ബഹുമാനപ്പെട്ട ഒസാരി ഇമാം റഹ്മത്തുള്ളാഹി അവിടുത്തെ 306-ാമത്തെ പേജിൽ പറഞ്ഞ ശംഊനുൽ ഖാസി റളിയല്ലാഹു അൻഹു ചരിത്രം, അവിടെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനിക്ക് സമാധാനം നൽകുകയാണ്. അല്ലാഹു തആല ഈ ഉമ്മത്തിനിക്ക് വലിയ സമാധാനം നൽകിക്കൊണ്ട് നിങ്ങൾ ബേജാറാകേണ്ടതില്ല എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിക്കുകയാണ്. മാത്രമല്ല ഒരു ഹദീസിൽ കാണാം, ലൈലത്തുൽ ഖദ്ർ ആകുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു പച്ചക്കൊടിയോടുകൂടെ ഇതാ മലക്കുകളുടെ ഒരു കൂട്ടത്തോടുകൂടെ ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് ആ പച്ചക്കൊടി കഅബന്റെ മുകളിൽ നിശ്ചയിച്ചുകൊണ്ട് അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാമത്തിന്റെ ചെറുകുകളൊക്കെ പരത്തുകയാണ്. പ്രത്യേകിച്ചും അതിൽ 2 ചെറുകുകൾ അത് ലൈലത്തുൽ ഖദ്റിന് മാത്രമാണ് അവിടുന്ന് പരത്തുക. എന്നിട്ട് പറയുന്നു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മറ്റു മലക്കുകളൊക്കെ പറയുന്നു, ഇന്ന് ആരെല്ലാം ഇബാദത്ത് എടുക്കുന്നു, അല്ലാഹുവിന്റെ ദിക്റിൽ മശ്ഗൂലാണ്, അവരോട് സലാം ചെയ്യണം, മുസാഫഹ ചെയ്യണം, അവരുടെ ദുആകൾക്ക് ആമീൻ പറയണം എന്നൊക്കെ നീണ്ട ഒരു ഹദീസ് ശുഅബുൽ ഈമാൻ 3-ാം വാല്യം 336-ാമത്തെ പേജിൽ കാണാം. ആ പുണ്യ സമയത്ത് പോലും മാപ്പ് ചെയ്യപ്പെടാത്ത ചില ആളുകളുണ്ട്. അവർ തൗബ ചെയ്താലല്ലാതെ അള്ളാഹു മാപ്പാക്കില്ല. അങ്ങനത്തെ വിഭാഗം ആളുകളുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കുന്നവർ, അതുപോലെ കള്ള് കുടിക്കുന്നവർ, അതുപോലെ കുടുംബബന്ധം മുറിക്കുന്നവർ, അതോടുകൂടെ പരസ്പരം ശത്രുത വെച്ച് പരസ്പരം ചൊടി വെച്ച് നടക്കുന്ന ആളുകൾ, ഇവർക്ക് അല്ലാഹു തആല ആ ദിവസവും അല്ലാഹു തആല മാപ്പ് കൊടുക്കില്ല എന്ന് ഹദീസിൽ കാണാം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ ഈ ഉമ്മത്തിനിക്ക് അല്ലാഹു നൽകിയ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന മഹത്തായ ഈ പുണ്യമേറിയ ലൈലത്തിനെ സംബന്ധിച്ച് ഒരുപാട് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ഹദീസുകളിൽ കാണാം. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, തഹറു ലൈലത്തുൽ ഖദ്രി ഫിൽ വിത്രി മിനൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, റമളാനിലെ അവസാനത്തെ 10-ൽ നിന്നുള്ള ഒറ്റ രാത്രികളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ നിങ്ങൾ പ്രതീക്ഷിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിലെ 1878-ാമത്തെ ഹദീസ് ഇതാ രേഖപ്പെടുത്തുകയാണ്. അവിടെ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മറ്റൊരു ഹദീസ് ബുഖാരിയിൽ പറയുന്നു, മുത്തബിഉസുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൊട്ട് അന്ന റിജാലൻ മിൻ അസ്ഹാബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറൂ ലൈലത്തുൽ ഖദ്രി ഫിൽ മനാമി ഫി സബ്ഇൽ അവാഖിരി ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറാ റുയാകും ഖദ്
തവാത്തുറതു ഫി സബ്ഇൽ അവാഖിരി ഫമൻ കാന മുതഹറിഹാ ഫലിയതഹറഹാ ഫി സബ്ഇൽ അവാഖിരി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യക്ഷമായ ഹയാത്ത് കാലത്ത് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ആ സ്വഹാബത്തിൽപ്പെട്ട ചില ആളുകൾ ചില സ്വഹാബത്ത് അവസാനത്തെ 7 ലൈലത്തുൽ ഖദ്ർ സ്വപ്നത്തിലൂടെ കാണുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവസാനത്തെ 7 നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം ഏകോപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആ ലൈലത്തുൽ ഖദ്റിനെ അവസാനത്തെ 7 ദിനങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുക എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം. അത് വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് മഹത്തുക്കളൊക്കെ ധാരാളം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ബുഖാരിയുടെ ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യത്തെ 10 മധ്യത്തിലെ 10 ഇഅ്തികാഫിർന്ന് പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഇന്നി ഉരീതു ലൈലത്തുൽ ഖദ്രി സുമ്മ ഉൻസീതുഹാ ഔ നുസീതുഹാ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എനിക്ക് ലൈലത്തുൽ ഖദ്റിനെ കാണിക്കപ്പെട്ടിരുന്നു, പക്ഷേ ഞാൻ മറന്നുപോയി, അതുകൊണ്ട് ഫൽതമിസുഹാ ഫിൽ അശ്റിൽ അവാഖിരി ഫിൽ വിത്രി. അത് മറക്കാൻ കാരണം എന്ത്? മറ്റൊരു ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട ഉബാദത്ത് ഇബ്നു സാമിത് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖറജൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലിയുഖ്ബിറനാ ബിലൈലത്തുൽ ഖദ്രി ഫതലാഹാ റജുലാനി മിനൽ മുസ്ലിമീന ഫഖാല ഖറജതു ലിഉഖ്ബിറകും ബിലൈലത്തുൽ ഖദ്രി ഫതലാഹാ ഫുലാനും വഫുലാൻ ഫറുഫിഅതു വഅസാ യകൂന ഖൈറൻ ലക്കും ഫൽതമിസുഹാ ഫിത്താസിയതി വസ്സാബിഅതി വൽ ഖാമിസാ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് നമ്മളോട് പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറപ്പെട്ടു. പക്ഷേ ആ വന്ന സമയത്ത് മുസ്ലിമീങ്ങളിൽപ്പെട്ട 2 ആളുകൾ പരസ്പരം തർക്കിച്ചുകൊണ്ട് നടക്കുകയാണ്, പരസ്പരം ഗലാട്ട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് നിങ്ങളോട് പറയാനായിരുന്നു ഞാൻ പുറപ്പെട്ടത്. പക്ഷേ ഇന്ന ആളും മറ്റേ ആളും തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കാരണം കൊണ്ട് ഇത് ഉയർത്തപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്കിത് ഖൈറാണ്. നിങ്ങൾ 5, 7, 9 എന്നിവ ദിനങ്ങളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരി 1883 ഹദീസിൽ പറയുകയാണ്. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ തർക്കിക്കുന്ന 2 ആളുകളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജോലിയായപ്പോൾ അത് എന്നാണ് ലൈലത്തുൽ ഖദ്ർ എന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറന്നുപോയി എന്നാണ് ഈ ഹദീസിന്റെ അർത്ഥം എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരിൽ പറയുകയാണ്. മാത്രമല്ല ആ വർഷം ലൈലത്തുൽ ഖദ്റിന്റെ ബർക്കത്ത് ഉയർത്തപ്പെട്ടു എന്ന് അർത്ഥമാണെന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഫത്ഹുൽ ബാരി 6-ാം വാല്യം 300-ാമത്തെ പേജിൽ വിശദീകരിക്കുകയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കപ്പെട്ട സംഭവങ്ങളും എല്ലാം ഇബ്നു ഹജർ തങ്ങൾ അസ്ഖലാനി തങ്ങൾ അവിടുത്തെ 6-ാം വാല്യം 300-ലൊക്കെ സുഫ്യാൻ ഉയൈനി റളിയല്ലാഹുവിന്റെ വാക്കും മറ്റുമെല്ലാം വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. ഏതായാലും ഇതൊക്കെ എന്തിനാണ് എല്ലാ സമയത്തും ഇബാദത്ത് ശ്രദ്ധിക്കണമെന്നും പ്രത്യേകിച്ചും അവസാനത്തെ 10 കൂടുതൽ അധ്വാനിക്കണമെന്ന് ഇതിന്റെ പേരിലാണ് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരി 6-ാം വാല്യം 300-ാമത്തെ പേജിൽ പറയുകയാണ്. മാത്രമല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട മറ്റൊരു ഹദീസിൽ കാണാം, അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇൽതമിസുഹാ ഫിൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ ലൈലത്തുൽ ഖദ്രി ഫി താസിഅത്തിൻ തബ്ഖാ ഫി സാബിഅത്തിൻ തബ്ഖാ ഫി ഖാമിസത്തിൻ തബ്ഖാ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, റമദാൻ ഷരീഫിലെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്ർ നിങ്ങൾ പ്രതീക്ഷിക്കുക, തേടുക. അഥവാ 9 അവശേഷിക്കുന്നുണ്ടെങ്കിൽ 7 അവശേഷിക്കുന്നതിലും 5 അവശേഷിക്കുന്നതിലും, അതായത് മാസത്തിൽ നിന്ന് 9 അവശേഷിക്കുന്ന രാവ് 21-ാം രാവ്, 7 അവശേഷിക്കുന്ന രാവ് 23-ാം രാവ്, 5 അവശേഷിക്കുന്ന രാവ് 25-ാമത്തെ രാവ്. അങ്ങനെ ലൈലത്തുൽ ഖദ്ർ നിങ്ങൾ പ്രതീക്ഷിക്കണം, നിങ്ങൾ തേടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഏതാ ലൈലത്തുൽ ഖദ്ർ എന്നാണ് എന്ന വിഷയത്തിൽ 40-ലേറെ തഫ്സീറുകൾ മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖാലൽ ഖാദി വഖ്തലഫു ഫീ മഹല്ലിഹാ വഖാല ജമാഅത്തുൻ ഹിയ മുൻതഖിലത്തുൻ തകൂനു ഫീ സലത്തിൻ ഫീ ലൈലത്തിൻ വഫീ സലത്തിൻ ഉഖ്റാ ഫീ ലൈലത്തിൻ ഉഖ്റാ വഹകദാ ബിഹാദാ
يجمع بين الأحاديث ويقال كل حديث جاء بأحد أوقاتها ولا تعارض فيها എന്ന് വിശദീകരിച്ചുകൊണ്ട് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ശറഹ് മുസ്ലിം 4-ാം വാല്യം 187-ാമത്തെ പേജിൽ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം. മാത്രമല്ല ലൈലത്തുൽ ഖദറിന്റെ വിഷയത്തിൽ ഒരുപാട് അഖ്വാലു മുബാറക വഖദ് ഇഖ്തലഫ അൽ ഉലമാഉ ഫീ ലൈലത്തുൽ ഖദ്രി ഇഖ്തിലാഫൻ കസീറൻ وتحصل لنا من مذاهبهم في ذلك أكثر من 40 قولا كما وقع لنا نظير ذلك في ساعة الجمعة وقد اشتركتا في إخفاء كل منهما ليقع الجد في طلبهما. അതായത് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരിൽ പറയുകയാണ്, ലൈലത്തുൽ ഖദറിന്റെ വിഷയത്തിൽ ഒരുപാട് പണ്ഡിതന്മാര് ഒരുപാട് തഫ്സീറുകൾ പറഞ്ഞത് കാണാം. 40-ലേറെ പണ്ഡിതൻ അഖ്വാലും ബാറക്ക അതിനെ സംബന്ധിച്ച് മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതുപോലെ ജുമാ ദിവസത്തിൽ ഉത്തരം ലഭിക്കുന്ന സമയത്തെ സംബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് ഏതായാലും എന്തിനാണ് ലൈലത്തുൽ ഖദർ സംബന്ധിച്ചും അതുപോലെ ജുമാ ദിവസം ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയത്തിലും ഇത്രമാത്രം തഫ്സീറുകൾ ഇത്രമാത്രം അഖ്വാലും ബാറക്ക പണ്ഡിതന്മാര് പറഞ്ഞതിന്റെ പൊരുളെന്ത്? ഇത് രണ്ടും അന്വേഷിക്കുന്നതിൽ പരിശ്രമിക്കാൻ വേണ്ടിയാണ് രണ്ടിനെയും അത് വ്യക്തമായിട്ട് ഉറപ്പായിട്ടും പറയാത്തതെന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഫത്ഹുൽ ബാരി 6-ാം വാല്യം 306-ാമത്തെ പേജിൽ വിശദീകരിക്കുകയാണ്. എന്നിട്ട് 48ഓളം തഫ്സീറുകൾ ഉദ്ധരിച്ചതിന്റെ ശേഷം ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു, വഅർജഉഹാ കുല്ലിഹാ أنها في بتر من الأشهر الأخير وأنها تنتقل كما يفهم من أحاديث هذا الباب وارجاها أوتار الأشر عند الشافعية ليلة 21 أو 23 على ما في حديث أبي سعيد وعبد الله بن أنيس وارجاها عند الجمهور ليلة 27. ഫത്ഹുൽ ബാരി 6-ാം വാല്യം 306-ാമത്തെ പേജിൽ അതായത് 48ഓളം തഫ്സീറുകൾ പറഞ്ഞതിന്റെ ശേഷം റമദാൻ ഷരീഫിന്റെ അവസാനത്തെ 10ന്റെ ഒറ്റ രാത്രികളെ സംബന്ധിച്ചും അതുപോലെ 21-ാം രാവിനെ സംബന്ധിച്ച് ആധികാരികമായി അയിമത്തു ഷാഫിയെ തൊട്ട് അതുപോലെ 23 ആധികാരികമായിട്ട് അയിമത്തു ഷാഫിയെ തൊട്ട് പറയുകയും മാത്രമല്ല മൊത്തത്തിൽ 27-ാം രാവും അങ്ങനെ ഒരുപാട് അഖ്വാലും ബാറക്കെ മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഫത്ഹുൽ ബാരി 6-ാം വാല്യം 306-ാമത്തെ പേജിൽ വിശദീകരിക്കുകയാണ്. മാത്രമല്ല ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് വല്ലദി അലൈഹിൽ മുഅല്ലമു അന്നഹാ ലൈലത്തു 27 എന്നൊക്കെ പറഞ്ഞിട്ട് വിശദമായി മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറുൽ കബീറിലും പറയുകയാണ്. ഏതായാലും ലൈലത്തുൽ ഖദർ മനസ്സിലാക്കാൻ ഒരുപാട് അടയാളങ്ങൾ മഹത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ അടയാളങ്ങൾ ചിലപ്പോൾ എല്ലാവർക്കും കണ്ടുകൊള്ളണം എന്നില്ല. ബസീറത്തുള്ള ആളുകൾക്ക് കാണാം, ബസാറത്ത് മാത്രമുള്ളവർക്ക് കണ്ടുകൊള്ളണം എന്നില്ല. എങ്കിലും ആ അടയാളങ്ങളൊക്കെ മഹത്തുക്കൾ പറയുമ്പോൾ അതിൽ വലിയ പ്രാധാന്യമുണ്ട് എന്ന് മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. ഏതായാലും ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന പുണ്യമേറിയ രാവ് നാം വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹത്തുക്കളൊക്കെ അതിന് ധാരാളം മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം മുസാഫഹ ചെയ്യും എന്നൊക്കെ പറഞ്ഞതിന്റെ അതിന്റെ അടയാളം മനിഖ്ശഅറ ജിൽദുഹു വറഖ ഖൽബുഹു വദമഅത് ഐനാഹു എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് രേഖപ്പെടുത്തതായി കാണാം. മാത്രമല്ല ജിബ്രീൽ അലൈഹിസ്സലാം മുസാഫഹ ചെയ്തു, അതിന്റെ കാരണം എന്ത്? അത് അവനിക്ക് കരച്ചിൽ വരും. അതുപോലെ അതിന്റെ ഒരു അടയാളം ബഹുമാനപ്പെട്ട സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവർ സുജൂദോ ഖിയാമോ ചെയ്യാത്തവർ സ്ഥലവും ഭൂമിയിൽ ഉണ്ടാവുകയില്ല. അങ്ങനെ മലായിക്കത്തെല്ലാം ഉണ്ടായിക്കൊണ്ട് അന്ന് മുസാഫഹ ചെയ്യാതെ ഒരാളെയും ജിബ്ലീസിനെ ഒഴിവാക്കൂലാന്നും ഒരാളുടെ തൊലികൾക്ക് നല്ലൊരു രോമാഞ്ചനം അനുഭവപ്പെടുമ്പോൾ അതുപോലെ കൽബിലൊരു ഭയപ്പെടൽ ഉണ്ടാകുമ്പോൾ അതുപോലെ കണ്ണിൽ നിറയുന്ന സമയത്ത് അത് ജിബ്രീൽ ഇസ്ലാം മുസാഫ ചെയ്ത് എന്നതിന്റെ അടയാളമാണെന്ന് മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്താതെ കാണാം. ഏതായാലും വലിയ മഹത്വങ്ങളാണ് ലൈലത്തുൽ ഖദറിനുള്ളത്. ആ ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് ഒരുപാട് ഹദീസുകൾ മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തി, ഒരുപാട് അടയാളങ്ങളൊക്കെ പറഞ്ഞു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം അലി റളിയല്ലാഹു അൻഹുവോട് പള്ളിയിൽ നിന്ന് ഒരാൾ ഉറങ്ങിയത് കണ്ടപ്പോൾ അയാൾ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹു പറയാണ്, അന്നക സബ്ബാഖുൽ ഖൈറാത്ത്, നബിയെ നിങ്ങളല്ലേ എല്ലാ കാര്യത്തിലും ഉളരുന്ന ആള്,
നിങ്ങൾ എല്ലാ വിഷയത്തിലും നന്മയിലേക്ക് ഉളരിപ്പിക്കുന്ന ആളാണല്ലോ, എന്നിരിക്കെ എന്നോട് എന്തിനാണ് വിളിക്കാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് ഉണർത്താൻ വേണ്ടി പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹുവിനോട് പറഞ്ഞത്, അയാൾ നിങ്ങളുടെ കൽപ്പനക്ക് തടസ്സം നിന്നാൽ അത് സത്യനിഷേധമാകുകയില്ല, പക്ഷേ അയാൾ തടസ്സം നിൽക്കുകയാണെങ്കിൽ അയാളുടെ കുറ്റം തഖ്ഫീഫാകും, ലഘൂകരിക്കപ്പെടും. പക്ഷെ അതേ സ്ഥാനത്ത് ഞാൻ വിളിച്ചിട്ട് അയാൾ നീച്ചിട്ടില്ലെങ്കിലോ ഉണർന്നിട്ടില്ലെങ്കിലോ അയാൾ അനുസരിച്ചിട്ടില്ലെങ്കിലോ വലിയ നഷ്ടമായിരിക്കും. അയാൾ വലിയ ഒരു സത്യനിഷേധത്തിലേക്ക് അല്ലെങ്കിൽ വലിയ ഒരു തെറ്റിലേക്ക് അവൻ ആയിപ്പോകും. അത്ര തെറ്റ് വേണ്ട എന്നതിലേക്കാണ് നിങ്ങളെ കൊണ്ട് വിളിപ്പിച്ചത് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതായത് لأن رده عليك ليس بكفر ففعلت ذلك لتخف جنايته لو أبى. അയാൾ തടസ്സം നിൽക്കുകയാണെങ്കിൽ, അയാൾ വിലങ്ങുകയാണെങ്കിൽ അയാൾക്ക് വലിയ കുറ്റമുണ്ടാകരുത് എന്നതിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ റഹ്മത്ത് കൊണ്ട്, റഹ്മത്തുൽ ആലമീൻ ആയതുകൊണ്ട് ഇത്രമാത്രം ഒരു കാരുണ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തു. ഇത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറിൽ പറയുകയാണ്, ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം ഇപ്രകാരമാണെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ കാരുണ്യം എത്രമാത്രം ഉണ്ടാകും ചേർത്തി വായിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദ്ർ ഇന്ന ദിവസം എന്ന് വ്യക്തമാക്കി അല്ലാഹു സുബ്ഹാനഹു തആല പറയാത്തത്. അത് അള്ളാഹുവിന്റെ റഹ്മത്ത് തന്നെയാണ് എന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും ഇത്ര പ്രതീക്ഷയുള്ള രാവുകളിൽ നാം ധാരാളം ഹയാത്താക്കേണ്ടതുണ്ട്. മഹത്തുക്കളൊക്കെ പറയുന്നു, ഫകം ഫതാ യംസി വയുസ്ബിഹു ആമിനാ وقد نسجت أكفانه وهو لا يدري وكم من شيوخ ترتجي طول عمرهم وقد رحقت أجسادهم ظلمة القبر وكم من عروس زينوها لزوجها وقد قبضت أرواحهم ليلة القدر. തഫ്സീർ റൂഹുൽ ബയാനിൽ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹിഖി റഹ്മത്തുള്ളാഹി അലൈഹി 10-ാം വാല്യം 482-ാമത്തെ പേജിൽ പറയുകയാണ്, മരണ ഭയമില്ലാതെ രാവിലെയും വൈകുന്നേരവും തള്ളി നീക്കുന്ന എത്രയെത്ര യുവാക്കളുണ്ട്. അവന്റെ കഥ ചിന്തിക്കുന്നില്ല, അവന്റെ കഫൻ പുട ഇതാ തുന്നപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അതവൻ അറിയുന്നില്ല. അതോടുകൂടെ ദീർഘായുസ് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന എത്രയെത്ര പ്രായമുള്ള ആളുകൾ, പക്ഷേ ഖബറിന്റെ ഇരുട്ട് അവരെ പിടികൂടിയിരിക്കുന്നു. അതുകൊണ്ട് ഉണരേണ്ടതുണ്ട്. എത്രയെത്ര ഭാര്യമാര്, എത്രയെത്ര അവരുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ട് അവർ ഇതാ ഡെക്കറേഷൻ നടത്തുന്നുണ്ട്, പക്ഷേ അവരെല്ലാം മരണപ്പെട്ടവരുടെ ലിസ്റ്റിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് ഒരു ചിന്ത, അതായത് വഴിതെറ്റാൻ പാടില്ല യുവാക്കളെ എന്നും അതോടുകൂടെ അപകട മരണങ്ങൾ ഏത് സമയത്താണ് ഉണ്ടാകുക എന്ന് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതോടുകൂടെ കഫൻ പുടവ തയ്യാറ് ആഗ്രഹത്തിന് പിന്നാലെ ഓടുന്ന ആളുകളോട് എല്ലാം ഉപദേശമായിട്ടാണ് ഇസ്മായിൽ ഹിഖി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ റൂഹുൽ ബയാനിൽ പറയുന്നത്. അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യമേറിയ ആ ദിവസം നമ്മൾ മുതലാക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഇക്രിമത്ത് ഇബ്നു ഖാലിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാൾ വെള്ളിയാഴ്ച അതല്ലെങ്കിൽ ലൈലത്തുൽ ഖദ്ർ മരണപ്പെട്ടാൽ ഈമാന്റെ ഒരുപാട് മാധുര്യം അവനിക്ക് ലഭിക്കും എന്ന്, ഖബർ ശിക്ഷയിൽ നിന്ന് കുറയപ്പെടുമെന്നും കൻസുൽ ഉമാലിൽ 14-ാം വാല്യം 178-ാമത്തെ ഹദീസിൽ പറഞ്ഞത് കാണാം. മാത്രമല്ല ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് ഏറ്റവും കൂടുതൽ എന്താ ചെയ്യേണ്ടത്, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് അധികരിപ്പിക്കണമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഇമാം നബവി റളിയല്ലാഹു അൻഹു അദ്കാർ 191 അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ എത്രമാത്രം ശ്രദ്ധിച്ചിരുന്നു. മുൻഗാമികൾ ലൈലത്തുൽ ഖദ്റിനെ അതിനെ ആഗ്രഹിച്ചുകൊണ്ട് അതിനെ സ്വാഗതമാക്കിക്കൊണ്ട് സന്തോഷിച്ചുകൊണ്ട് ആദ്യം തന്നെ ഒരുങ്ങി തയ്യാറാകുമായിരുന്നു. ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുക്ക് 1000 ദിർഹം വിലയുള്ള ഒരു വസ്ത്രമുണ്ടായിരുന്നു. ആ ലൈലത്തുൽ ഖദ്ർ വന്നു കഴിഞ്ഞാൽ, അതായത് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷയുള്ള രാത്രികൾ വന്നു കഴിഞ്ഞാൽ മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു അത് ധരിക്കുമായിരുന്നു എന്നും, മാത്രമല്ല ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന ആ രാത്രികളിൽ സാബിത്ത് റളിയല്ലാഹു അൻഹു, ഹമദ് റളിയല്ലാഹു അൻഹു പോലത്തെ മഹത്തുക്കൾ അവർ പള്ളികളൊക്കെ സുഗന്ധം പുരിതമാക്കുകയും എന്നിട്ട് കുളിച്ചിട്ട് നല്ല വസ്ത്രം ധരിച്ചിട്ട് സുഗന്ധമൊക്കെ പൂശുകയും
ചെയ്യുമായിരുന്നു എന്ന് അത്തബുസിറ എന്ന ഗ്രന്ഥത്തിൽ രണ്ടാം വാല്യം 98 പേജിൽ പറഞ്ഞത് കാണാം. ഏതായാലും ലൈലത്തുൽ ഖദറിനെ എങ്ങനെ സ്വാഗതമാക്കുകയാണ് ആ മഹത്തുക്കളൊക്കെ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. മാത്രമല്ല ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, ലൈലത്തുൽ ഖദരി ലൈലത്തുൻ ബൽജത്തുൻ ലാ ഹാറത്തുൻ വലാ ബാരിദത്തുൻ വലാ സഹാബുൻ ഫീഹാ വലാ മത്റുൻ വലാ റീഹുൻ വലാ യുർമാ ഫീഹാ ബിനജ്മിൻ വമിൻ അലാമത്തി യൗമിഹാ തത്ലുഉ ശംസു ലാ ശുആഅ ലഹാ. അതായത് ബഹുമാനപ്പെട്ട ഇമാം സുർഖാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ മവാഹിബുൽ ലദുനിയുടെ ശറഹിൽ രണ്ടാം വാല്യം 297 പേജിൽ പറയുകയാണ്, ലൈലത്തുൽ ഖദ്ർ പ്രകാശമുള്ള രാത്രിയായിരിക്കും. അതുകൊണ്ട് അമിത ചൂടോ അധികമായി ചൂടോ തണുപ്പോ ഒന്നും ഉണ്ടാകില്ല. മാത്രമല്ല ശക്തിയായ കാറ്റോ മഴയോ മേഘമോ ഒന്നും ഉണ്ടാകില്ല. അതിൽ നക്ഷത്രങ്ങളെ കൊണ്ട് പിശാചിനെ എറിയപ്പെടുമെന്ന് നക്ഷത്രങ്ങൾ കൊണ്ട് പിശാചിനെ എറിയപ്പെടൂല. കാരണം അതിന്റെ പകലിന്റെ അടയാളങ്ങൾ മാത്രമല്ല, സൂര്യൻ ഉദിക്കുമ്പോൾ അതിന്റെ ഉദിപ്പ് കിരണങ്ങൾ ഉണ്ടാകില്ല എന്നും എല്ലാം വിശദീകരിച്ചുകൊണ്ട് ഇമാം തബ്രാനി റളിയല്ലാഹു അൻഹു ലൈലത്തുൽ ഖദറിന്റെ അടയാളങ്ങൾ പറഞ്ഞത് കാണാം. ഉദിപ്പ് കിരണങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാന മഹത്തുക്കൾ പറഞ്ഞത് പൂർണ്ണ ചന്ദ്രനെ പോലെ ആയിരിക്കും അന്ന് സൂര്യൻ ഉദിക്കുക എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഷറഹു സുർഖാനി അൽ മവാഹിബുൽ ദുനിയ രണ്ടാം വാല്യം 297 പേജിൽ പറഞ്ഞത് കാണാം. അതുപോലെ ഒരുപാട് വേറെയും തെളിവുകൾ ലൈലത്തുൽ ഖദറിന്റെ അടയാളങ്ങൾ മഹത്തുക്കൾ പറഞ്ഞത് കാണാം. പ്രസ്തുത രാത്രി എല്ലാ വസ്തുക്കളും സുജൂദ് ചെയ്യുന്നതായിട്ട് കാണാം. മാത്രല്ല ഇരുള് മുറ്റിയ നല്ല ഇരുട്ടുള്ള സ്ഥലത്തും അവിടെ പോലും പ്രകാശം കാണാമെന്നും മലക്കുകളുടെ സംഭാഷണം സലാം ചൊല്ലലും കേൾക്കാൻ കഴിയും. അങ്ങനെ ഒരുപാട് അടയാളങ്ങൾ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യപ്പെടാം. അതുപോലെ ഒരുപാട് അടയാളങ്ങൾ ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് പറഞ്ഞത് കാണാം. ഇതൊന്നും നിർബന്ധമായിട്ട് ഉണ്ടാകണമെന്നില്ല. ഈ അടയാളങ്ങളൊക്കെ ഇല്ലാതെയും ലൈലത്തുൽ ഖദർ സംഭവിക്കാമെന്ന് വിശദമായിട്ട് മിർആത്തിലും മറ്റൊക്കെ കാണാം. ഏതായാലും ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് അടയാളങ്ങൾ അവിടുത്തെ തുഹഫയിൽ പറഞ്ഞു, ഷഅറാനി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി കശ്ഫുൽ ഗുമയിൽ പറഞ്ഞു. പക്ഷേ അതെല്ലാം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് ബസീറത്ത് ആങ്കാഴ്ച ഉള്ളവർക്ക് ചിലപ്പോൾ കാണാം, എല്ലാവർക്കും കണ്ടുകൊള്ളണമെന്നില്ല. എങ്കിലും നമ്മൾ ആ പുണ്യ രാവുകളെ നല്ലോണം ഹയാത്താക്കേണ്ടതുണ്ട്. അത് നല്ല നിലക്ക് അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ട് ലൈലത്തുൽ ഖദറിന്റെ മഹത്വം നമ്മൾ കൈവരിക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട് ഈ സമയത്ത്. കാരണം ലൈലത്തുൽ ഖദർ അറിഞ്ഞാലേ അനുഭവിച്ചാലേ കൂലി കിട്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ ലൈലത്തുൽ ഖദറാണെന്ന് അറിയാതെ ലൈലത്തുൽ ഖദർ ഇബാദത്ത് എടുക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കുമോ എന്ന ചോദ്യത്തിന് മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വഖ്തലഫു ഐളൻ ഹൽ യഹ്സുലു സവാബുൽ മുറത്തബു അലൈഹാ ലിമൻ ഇത്തഫഖ ലഹു അന്നഹു ഖാമഹാ വഇല്ലം യൽഹർ ലഹു ശൈഉൻ ഔ യതവഖഫു ദാലിക ലാ കശ്ഫിഹാ ലഹു. وإلى الأول ذهب الطبري والملهب وابن العربي وجماعة وإلى الثاني ذهب الأكثر ويدل له ما وقع عند مسلم من حديث أبي هريرة بلفظ من يقم ليلة القدر فيوافقها എന്ന് വിശദമായി ഫത്ഹുൽ ബാരി 6-ാം വാല്യം 306-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. ഏതായാലും ലൈലത്തുൽ ഖദർ അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും അവനിക്ക് ആ ഇബാദത്ത് കിട്ടുമല്ലോ എന്ന നിലയ്ക്ക് മഹത്തുക്കളൊക്കെ ഈ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തത് വിശദമായി ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഫത്ഹുൽ ബാരി 6-ാം വാല്യം 306-ാമത്തെ പേജിൽ പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ ലൈലത്തുൽ ഖദറിന്റെ പുണ്യമേറിയ ഈ പ്രതീക്ഷയുള്ള രാവുകളൊക്കെ നമ്മൾ ധാരാളം ഹയാത്താക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട ഉബാദ് ബിൻ സാമിത് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലൈലത്തുൽ ഖദർ പറയാൻ വരുമ്പോൾ 2 ആളുകൾ ഇതാ അടികൂടുന്ന സമയത്ത്, ഗലാട്ട് നടത്തുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എന്നെ തൊട്ട് ലൈലത്തുൽ ഖദറിന്റെ തഅയ്യുന് ഉയർത്തപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്കതിൽ ഖൈറുണ്ടാകും. അവസാനത്തെ 10-ൽ 5-ലും 7-ലും 9-ലും നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണം എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ്. അതായത് മഹത്തുക്കളൊക്കെ പറയുന്നു, ഇവിടെ ആ തഖറുർ അതിന്റെ ഇന്ന ദിവസം എന്ന ഇൽമാണ് ഉയർത്തപ്പെട്ടത്, അല്ലാതെ ലൈലത്തുൽ ഖദറിനെ തന്നെ അവസാനിപ്പിച്ചു എന്നല്ല. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ദുനിയവിയായ ചൊടികൾ, ദുനിയവിയായ ഗലാറ്റുകൾ, ദുനിയവിയായ അടികൂടലുകൾ എത്ര വലിയ മൻഹൂസാണ്, എത്ര വലിയ ഒരു നഹസും വബാലാണ് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റഹ്മത്ത് തന്നെ ഇല്ലാതെയാക്കാൻ അതൊരു കാരണമാകും. അതുകൊണ്ട് നമ്മൾ ആരോട് യുദ്ധം ചെയ്യാണെങ്കിലും
അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ലേ വേണ്ടത്. ദുനിയവിയായ വ്യക്തിപരമായ വിഷയത്തിൽ ആരോടും നമുക്ക് ദേഷ്യം വേണ്ട. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളുടെ ഉദാഹരണം തന്നെ യശുദ്ദു ബഅ്ദുഹു ബഅ്ദാ കൽ ബുനിയാനി യശുദ്ദു ബഅ്ദുഹു ബഅ്ദാ എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 6011 ഹദീസിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യൻ മറ്റൊരു മുഅ്മിനായ മനുഷ്യനിക്ക് ഒരു കെട്ട് പോലെയാണ്, ഒരു എടുപ്പ് പോലെയാണ്. പരസ്പരം ശക്തി നൽകണം. അതുകൊണ്ട് പരസ്പരം ദേശം വെച്ചിട്ട് പരസ്പരം ചൊടിലോട് ജീവിക്കേണ്ടവരല്ല മുഅ്മിനീങ്ങളായ ആളുകൾ. അതുകൊണ്ട് ദേശം വെക്കേണ്ടത് അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അല്ലാതെ വ്യക്തിപരമായിട്ട് ദുനിയാവിന് വേണ്ടി പരസ്പരം ദേശം വെക്കാൻ പാടില്ല എന്നും, അത് മാത്രമല്ല ഈ ദേശം വെക്കുകയാണെങ്കിൽ, യുദ്ധം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നഫ്സിനോടാണ്, നഫ്സുല്ലമ്മാറയോടാണ് നാം ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്യേണ്ടത്. അതാണ് ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്. സുനൻ അബീ ദാവൂദ് 5004 ഹദീസിൽ കാണാം, സയ്യിദുനാ ഫളാലത്ത് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് പറഞ്ഞു, നിങ്ങൾക്ക് മുഅ്മിൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയുമോ? മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം പറഞ്ഞു, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മറ്റു മുസ്ലിമീങ്ങളുടെ സമ്പത്തും അതുപോലെ ശരീരത്തെ തൊട്ടും ഇയാൾ ഇവന്റെ കാരണം കൊണ്ട് മറ്റു മുസ്ലിങ്ങൾ സമ്പത്തുകളും അതുപോലെ നഫ്സും പേടില്ലാതെ ഉണ്ടാകണം. ഇവനെ കൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അങ്ങനത്തെ ഒരാളാണ് മുഅ്മിൻ. മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന്റെ മറ്റുള്ളവരുടെ നാവും കയ്യും മറ്റുള്ളവർ മുസ്ലിമുകൾ രക്ഷ ഉണ്ടാകണം. മുസ്ലിമാ മനുഷ്യൻ പറഞ്ഞാൽ അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, മറ്റു മുസ്ലിമീങ്ങൾ ഇവന്റെ നാവിനെ തൊട്ടും ഇവന്റെ കയ്യിനെ തൊട്ട് സലാമത്തുണ്ടാകണം. ഇവൻ ആരെയും ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. പിന്നീട് പറഞ്ഞു, മുജാഹിദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ഇതാഅത്തിലായി നഫ്സിനോട് യുദ്ധം ചെയ്യുന്ന ആളാണ് യഥാർത്ഥത്തിൽ മുജാഹിദ് എന്ന് പറയുന്നത്. നമ്മുടെ നഫ്സിനോട് അള്ളാഹുവിനെ വഴിപ്പെടുന്ന വിഷയത്തിൽ നഫ്സിക്ക് നമ്മൾ എതിർ നടന്നുകൊണ്ട് നഫ്സിനെ നമ്മൾ അള്ളാഹുവിന്റെ ത്വാഅത്തിലേക്ക് ശീലിപ്പിച്ച് നഫ്സിനോട് യുദ്ധം ചെയ്യുക, അതാണ് മുജാഹിദ് എന്ന് പറയുന്നത്. അതേ സ്ഥാനത്ത് മുഹാജിർ എന്ന് പറഞ്ഞാലോ ദോഷങ്ങളെ തൊട്ട് സൂക്ഷിക്കുക, ദോഷങ്ങളെ തൊട്ട് വിട്ടുനിൽക്കുക, അവനാണ് മുഹാജിർ. ഹിജ്റ ചെയ്ത ആള്, തെറ്റുകൾ തൊട്ട് വിട്ടുനിൽക്കുന്ന ആള് എന്ന് ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്തദറക് 1-ാം വാല്യം 158-ാമത്തെ പേജിൽ, അതായത് 24-ാമത്തെ ഹദീസിൽ പറഞ്ഞത് കാണാം. അപ്പൊ അതുകൊണ്ട് എത്രമാത്രം ഇത്ഹാഫു സാദാത്തുൽ മുത്തഖീൻ 7-ാം വാല്യം 177-ാമത്തെ പേജിൽ കാണാം, മുസ്ലിമീങ്ങളായ മനുഷ്യന്മാർ മറ്റൊരു മുസ്ലിമായ മനുഷ്യനെ കണ്ണുകൊണ്ട് പേടിപ്പിക്കുന്ന വിധത്തിലുള്ള ഇഷാറത്ത് പോലും അവനെ ബുദ്ധിമുട്ടാക്കുന്ന സംഗതിയാണ്. അത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് അത്രമാത്രം പറയുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഒരു മുസ്ലിമായ മനുഷ്യൻ മറ്റൊരു മുസൽമാനെ പേടിപ്പിക്കരുത് എന്ന് അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഏതായാലും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇത്ഹാഫു സാദാത്തുൽ മുത്തഖീനിൽ കാണാം, ആഖിറത്തിൽ നരകത്തിൽ ഒരാൾക്ക് ശക്തിയായ ചൊറിച്ചിലുണ്ടാകും. ചൊറിച്ചിൽ കാണുമ്പോൾ അങ്ങനെ ചില ആളുകൾ ചൊരിഞ്ഞ് ശരീരത്തിന്റെ തോലുകൾ പോലും പുറപ്പെടുന്ന വിധത്തിൽ അങ്ങനെ ചൊറിയുന്ന സമയത്ത് മാത്രമല്ല ശരീരത്തിന്റെ തോല് പുറപ്പെട്ട് എല്ലുകൾ വെളിവാകുന്നു. ആ സമയത്ത് ചോദിക്കപ്പെടും, ഓ മനുഷ്യ, നിനക്കിതുകൊണ്ട് ബുദ്ധിമുട്ടാകുന്നില്ലേ? അതേ, ബുദ്ധിമുട്ടാകുന്നുണ്ട്. ആ സമയത്ത് പറയും, എന്തിനാണിത് അറിയുമോ? അതായത് മുസ്ലിമീങ്ങളെ നീ ബുദ്ധിമുട്ടാക്കുമായിരുന്നു, നീ മുസ്ലിമീങ്ങളെ ഇടങ്ങേറാക്കുമായിരുന്നു, അതുകൊണ്ടുള്ള ശിക്ഷയാണിതെന്ന് പറയപ്പെടുമെന്ന് ഇത്ഹാഫു സാദാത്തുൽ മുത്തഖീനിൽ കാണാം. അതുപോലെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ സ്വർഗത്തിൽ ഇങ്ങനെ ചുറ്റി നടക്കുന്നത് കാണാം, എവിടുന്നും ഉദ്ദേശിച്ച സ്ഥലത്തേക്കൊക്കെ പോകാൻ കഴിയും. അങ്ങനെ എന്തിനാണ് ഇയാൾക്ക് ഇത്ര മഹത്വം എന്ന് പറയുമ്പോൾ, ദുനിയാവിൽ ഒരു മരം വീണിരുന്നു, ആ മരം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന നിലക്ക്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന നിലക്ക് ഇതാ ആ മരത്തിനെ നീക്കുകയാണ്. ജനങ്ങൾക്ക് പ്രയാസപ്പെടാതിരിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടെ അവിടത്തെ വൈമധ്യത്തിൽ നിന്ന് മരത്തിനെ നീക്കി വെച്ചതിന്റെ പേരിൽ ഇയാൾക്ക് ഇത്ര വലിയ സ്ഥാനമുണ്ട് എന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹ് മുസ്ലിം 2618-ാമത്തെ ഹദീസിൽ പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആരോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ പൊരുത്തമല്ലാതെ സ്വന്തത്തിന് വേണ്ടിയോ അല്ല വ്യക്തിപരമായിട്ടോ ആരോടും നമുക്ക് ദേഷ്യം വെക്കാൻ പറ്റില്ല. അതാണ് മഹാന്മാര് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധമായിരിക്കുന്ന ലൈലത്തുൽ ഖദ്റിന്റെ പ്രതീക്ഷകളെ ഈ പുണ്യരാവുകളിൽ ധാരാളം സൽക്കർമ്മങ്ങളെ കൊണ്ട്, പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ രാത്രി ആയതുകൊണ്ട് ധാരാളം ഖുർആൻ ഓതുക, അതുപോലെ തസ്ബീഹ് നമസ്കരിക്കുക,
ഒരുപാട് ദിക്ർ ദുആകൾ അധികരിപ്പിക്കുക, അള്ളാഹുവിനോട് തൗബ ചെയ്യുക, അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുക, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അതുപോലെ അമ്പിയാക്കൾ ഔലിയാക്കളൊക്കെ തവസ്സുൽ ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കാൻ ധാരാളം പ്രാർത്ഥിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ഈ പുണ്യമേറിയ മഹത്വങ്ങൾ മഹാന്മാരൊക്കെ പഠിപ്പിച്ചു തന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണല്ലോ, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദം മിൻ ദംബിഹി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈലത്തുൽ ഖദ്ർ എന്ന ഈമാനോടുകൂടെ ഇഹ്തിസാബോടുകൂടെ കൂലി ആഗ്രഹിച്ചു കൊണ്ട് ആരെങ്കിലും വിവാദത്തെടുത്താൽ അവന്റെ ദോഷങ്ങളൊക്കെ മാഫായി കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ. ലൈലത്തുൽ ഖദ്റിന്റെ മലായികത്ത് ഇറങ്ങുന്നു, സിദ്റത്തുൽ മുൻതഹിൽ താമസിക്കുന്ന മലക്കുകൾ, അതിൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ ഇസ്ലാം ഉണ്ടാകും, അവരെ കൂടെ ഒരുപാട് കൊടികൾ ഉണ്ടാകും. യുൻസൗ മിൻഹാ ലിവാഉൻ അലാ ഖബ്രി വ ലിവാഉൻ അലാ ബൈത്തുൽ മുഖദ്ദസി വ ലിവാഉൻ അലൽ മസ്ജിദിൽ ഹറാം വ ലിവാഉൻ അലാ തൂരി സൈന. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ ഷരീഫിന്റെ മുകളിലൊന്ന്, അതുപോലെ ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്തൊന്ന്, അതുപോലെ മസ്ജിദുൽ ഹറാമിന്റെ മുകളിൽ, അതുപോലെ തൂർ സിനാ പർവ്വതത്തിന്റെ മുകളിൽ, അങ്ങനെ 4 കൊടികൾ വെക്കപ്പെടുന്നു. എന്നിട്ട് ആ ഹദീസിൽ കാണാം, വലാ തദഉ ഫിഹാ മുഅ്മിനൻ വലാ മുഅ്മിനതൻ ഇല്ലാ തുസല്ലിമു അലൈഹി. അതായത് മുഅ്മിനായ മനുഷ്യനിക്ക് വേണ്ടിയിട്ട് ഇതാ ഈ ബൈത്തുൽ മുഖദ്ദസൊക്കെ വെച്ചതിന് ശേഷം എല്ലാ മുഅ്മിനായ മനുഷ്യന്മാർക്ക് അന്ന് ഇബാദത്തെടുക്കുന്ന, അന്ന് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, ദുആയിരിക്കുന്ന മുഅ്മിനായ ആണ് പെണ്ണ് എല്ലാവരോടും മലായികത്ത് സലാം പറയുന്നു. പക്ഷേ അവിടെയും തെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉപേക്ഷിച്ചിട്ട് കള്ളു കുടിക്കുന്നവർ, അങ്ങനെയുള്ള ഖിൻസീറിന്റെ ഭക്ഷണം കഴിക്കുന്നവർ, അതുപോലെ തെറ്റായ നിലക്ക് സുഗന്ധം ഉപയോഗിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം മാഫാക്കപ്പെടുകയില്ല എന്ന് അൽ ജാമിഉൽ അഹ്കാമിൽ ഖുർആൻ 20-ാം വാല്യം 106-ാമത്തെ പേജിൽ കാണാം. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന പുണ്യമേറിയ ഈ രാത്രി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അൽ ഈമാനു ബിദ്ഉം വ സബ്ഊന ശുഅബ. അത് 70 ചില്ലാറും ശാഖകളാണ് ഈമാനിക്കുള്ളത്. ആ 70 ചില്ലാറും ശാഖകളിൽ ബഹുമാനപ്പെട്ട ബദറുദ്ദീൻ ഐനി റഹ്മത്തുള്ളാഹി അലൈഹി 77 ശാഖകൾ അവിടത്തെ ഉംദത്തുൽ ഖാരിയിൽ രേഖപ്പെടുത്തുകയാണ്. അതിൽ 43-ാമത്തെ ശാഖ ഇഅ്തികാഫും അതുപോലെ ലൈലത്തുൽ ഖദ്റിൽ ഇബാദത്തെടുക്കലാണ് എന്ന് ബഹുമാനപ്പെട്ട ബദറുദ്ദീൻ ഐനി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ രേഖപ്പെടുത്തുകയാണ്. ഏതായാലും നാം ചിന്തിക്കേണ്ടതുണ്ട്, ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യണം, പ്രാർത്ഥന അധികരിപ്പിക്കണം. 30 വർഷത്തോളം സംസാരിക്കാൻ കഴിയാത്ത ഒരാള് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ പ്രാർത്ഥിച്ചതിന്റെ പേരിൽ അല്ലാഹു തആല അദ്ദേഹത്തിന്റെക്ക് സംസാര ശേഷി കൊടുത്ത സംഭവം ലതായിഫുൽ മആരിഫിൽ കാണാം. അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ, ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരുപാട് മഹത്വങ്ങൾ മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. നാം ലൈലത്തുൽ ഖദ്റിനെ നല്ല രീതിക്ക് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു തആല നമുക്കെല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.